ഹലോ ഫ്രണ്ട്സ്, ടെക്നോഫാസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. It's kind of funny that the more we pass time, the more we need to set the rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. മോട്ടറോളയുടെ ഏറ്റവും പുതിയ ഫോണായ മോട്ടോ G34 5G ഇന്ത്യൻ ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. ജനുവരി 9 മോട്ടോ G34 5G ഇന്ത്യൻ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഫ്ലിപ്കാർട്ടിലും മോട്ടോയുടെ ഇന്ത്യൻ വെബ്സൈറ്റ് വഴിയായും റീറ്റെയിൽ ഷോപ്പുകളിലും ഈ ഫോൺ ജനുവരി 9 ശേഷം ലഭ്യമായിരിക്കും. മോട്ടോ G34 5G ചൈനയിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ ഫോണാണ്. ഏകദേശ വില വരുന്നത് ഇന്ത്യൻ മണിയായി കണക്കാക്കുമ്പോൾ 11,600 രൂപയാണ് ചൈനയിൽ വിൽക്കുന്ന ഫോണിന്റെ വില. ഇന്ത്യയിലെ വിലയും ഏതാണ്ട് അതിന് തുല്യമായൊരു വിലയായിരിക്കും പ്രതീക്ഷിക്കുന്നത്. 17,000 രൂപയിൽ താഴെയായിരിക്കും ഈ ഫോണിന്റെ വിലയെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. 11,600 അല്ലെങ്കിൽ 12,000 രൂപയ്ക്ക് ഈ ഫോൺ ഇന്ത്യയിൽ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2 വേരിയന്റ് ഫോണുകളാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. 8GB റാം വേരിയന്റും 4GB റാം വേരിയന്റുമാണ് ഇറങ്ങുന്നത്. അതനുസരിച്ചുള്ള വില വ്യത്യാസം അവയിൽ വരാൻ സാധ്യതയുണ്ട്. 8GB റാം വേരിയന്റിനാണ് കൂടുതൽ ഫെസിലിറ്റീസ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കൂടുതൽ ഈ ഫോണിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 3 കളറിലാണ് ഈ ഫോൺ ലഭ്യമായിരിക്കുക. ഐസി ബ്ലൂ, ചാർക്കോൾ ബ്ലാക്ക്, ഓഷ്യൻ ഗ്രീൻ. ഈ 3 നിറങ്ങളിൽ 2 സ്റ്റോറേജ് വേരിയന്റിൽ വരുന്നുണ്ട്. 4GB റാമും 128GB മെമ്മറിയോട് കൂടിയുള്ള വേരിയന്റും 8GB റാമും 128GB മെമ്മറിയോടുള്ള വേരിയന്റുമാണ് വരുന്നത്. ഈ ഫോണിന്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ സ്ലിമ്മും സ്ലീക്കും സ്റ്റൈലിഷ് ലുക്കുള്ള ലക്ഷറിയസ് വീലിംഗ് ഉള്ള സ്മൂത്തായ മാറ്റ് ഫിനിഷോട് കൂടിയ വാഗൺ ലെതർ ഡിസൈനോട് കൂടിയാണ് ഈ ഫോൺ വന്നിരിക്കുന്നത്. സൂപ്പർ പ്രീമിയം ഡിസൈൻ എന്ന് തന്നെയാണ് മോട്ടോ ഈ ഫോണിന്റെ ഡിസൈനെ പറ്റി അവകാശപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും കാഴ്ചയിൽ മനോഹരമായൊരു ഫോൺ തന്നെയാണ് മോട്ടോ G34 5G. ഇനി ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 6.5 ഇഞ്ച് വരുന്ന മനോഹരമായൊരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഗെയിം പ്ലേ ആയാലും സ്ക്രോളിംഗ് ആണെങ്കിലും ലൈറ്റനിങ് ഫാസ്റ്റായ രീതിയിൽ 120 Hz റിഫ്രഷ് റേറ്റോടുകൂടി നമുക്ക് ഈ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. അതിനോടുകൂടെ തന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച സൗണ്ടിങ് മ്യൂസിക് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഫോണിൽ നിന്ന് ലഭിക്കും. കൂടാതെ സ്റ്റുഡിയോ ക്വാളിറ്റി സൗണ്ട്, ഹൈറൈസിൻ്റെ ഓഡിയോ വിത്ത് വൈഡ് ഡൈനാമിക് റേഞ്ച് കിട്ടുന്ന സ്ട്രീം പ്രോ ലെവൽ ഹൈറൈസ് ഓഡിയോ ആണ് ഈ ഫോണിന് വരുന്നത്. സ്റ്റുഡിയോ ലെവൽ ക്വാളിറ്റി സൗണ്ട് നമുക്ക് ഈ ഫോണിൽ ലഭിക്കും. ഇനി ക്യാമറ സൈഡിലേക്ക് വരുമ്പോൾ 50 MBയുടെ ക്വാഡ് പിക്സൽ ക്യാമറ സിസ്റ്റമാണ് ഈ ഫോണിന് വരുന്നത്. 50 MBയുടെ മെയിൻ ക്യാമറയോടൊപ്പം തന്നെ ഡെഡിക്കേറ്റഡ് ആയ മാക്രോ വിഷൻ ക്യാമറയും കൊടുത്തിരിക്കുന്നു. മികച്ച ഫോട്ടോ എടുക്കുവാൻ ഈ ഫോണിലൂടെ നമുക്ക് സാധിക്കും. 50 MB ക്യാമറയുടെ പ്രത്യേകത ക്വാഡ് പിക്സൽ ടെക്നോളജി ഉപയോഗിച്ച് പിക്സൽ കമ്പൈൻ ചെയ്ത് ബെറ്ററായ ലോ ലൈറ്റിലും മികച്ച പിക്ചർ എടുക്കുവാൻ ഈ ഫോൺ ഉപയോഗിച്ച് നമുക്ക് സാധിക്കും. ഇനി ഫ്രണ്ട് ക്യാമറയായി വരുന്നത് 16 MBയുടെ മികച്ച ക്യാമറ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മികച്ച സെൽഫി എടുക്കുവാൻ ഈ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ഗൂഗിൾ ഓട്ടോ എൻഹാൻസ് ഉപയോഗിച്ച് നമ്മൾ എടുക്കുന്ന പിക്ചറിൻ്റെ കളറും സാച്ചുറേഷനും ബ്രൈറ്റ്നസ്സും കോൺട്രാക്ട്സും എല്ലാം ക്വാളിറ്റി എല്ലാം നമുക്ക് വ്യത്യാസം വരുത്തുവാനും എഡിറ്റ് ചെയ്യുവാനും ഗൂഗിൾ ഓട്ടോ എൻഹാൻസ് ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് സാധിക്കും. ഇനി ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ് ഈ ഫോണിന് വരുന്നത്. 20 വാട്ടിൻ്റെ ടർബോ പവർ ചാർജറോടുകൂടി ആണ് ഈ ഫോൺ വരുന്നത്. ഇതിലെല്ലാത്തിനും ഉപരിയായിട്ട് 8GB വേരിയന്റിന് മാത്രം ലഭിക്കുന്ന ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ മോട്ടോ കണക്ട് ആപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഫോൺ നമ്മുടെ ഡെസ്ക്ടോപ്പുമായി നമുക്ക് കണക്ട് ചെയ്യുവാനും അതുപയോഗിച്ച് ബിഗ് സ്ക്രീനിൽ വീഡിയോ കോൾ ചെയ്യാനും ഗെയിം കളിക്കുവാനും കാര്യങ്ങൾ ചെയ്യുവാനെല്ലാം മോട്ടോ കണക്ട് ആപ്പ് ഉപയോഗിച്ച് ഡെസ്ക്ടോപ്പിനെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യുവാൻ കഴിയും. നമ്മുടെ ഫോണിലെ ചെറിയ ഡിസ്പ്ലേയിൽ കാണേണ്ടത് ഡെസ്ക്ടോപ്പിലേക്ക് മാറ്റിക്കൊണ്ട് വലിയ ഡിസ്പ്ലേയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ മോട്ടോ കണക്ട് ആപ്പ് ഉപയോഗിച്ച് സാധിക്കും. ഇപ്പോൾ 8GB വേരിയന്റിന് മാത്രമാണ് മോട്ടോ കണക്ട് ആപ്പ് വഴിയുള്ള കണക്ടിവിറ്റി ഉള്ളത്. ഇനി 8GB റാം ഉള്ള ഫോണിനോടൊപ്പം തന്നെ 8GB വെർച്വൽ റാമും ലഭ്യമാണ്.
അങ്ങനെ 8GB റാമും 8GB വെർച്വൽ റാമും കൂടി മികച്ച റാം ബൂസ്റ്റിംഗ് നമുക്ക് ഈ ഫോണിൽ ലഭ്യമാണ്. 4GB റാം ആണെങ്കിൽ 4GB വെർച്വൽ റാമും ലഭ്യമാണ്. അങ്ങനെ മികച്ച റാം നമുക്ക് ഈ ഫോണിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോറേജ് ആയിക്കോട്ടെ, സ്പീഡായ എല്ലാ കാര്യം ചെയ്യുവാൻ ഈ റാം നമ്മളെ സഹായിക്കും. ഫാസ്റ്ററായ മൾട്ടി ടാസ്ക് യാതൊരു തടസ്സമില്ലാതെ ചെയ്യുവാൻ മികച്ച റാം സ്പേസ് നമ്മളെ സഹായിക്കും. മോട്ടറോളയുടെ സെക്യൂരിറ്റി ഫീച്ചറോടൊപ്പം തന്നെ ഫേസ് അൺലോക്കും സൈഡ് ഫിംഗർ പ്രിൻ്റ് സ്കാനറും ഈ ഫോണിനുണ്ട്. ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ക്യാമറ നോക്കിയോ നമുക്ക് ഫോൺ അൺലോക്ക് ചെയ്യാൻ സാധിക്കും. കൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത, IP52 സർട്ടിഫിക്കറ്റോടു കൂടിയാണ് ഈ ഫോൺ വരുന്നത്. IP52 സർട്ടിഫിക്കറ്റ് എന്നാൽ വാട്ടർ റിപ്പല്ലൻ്റ് ഡിസൈൻ ആണ്. അതായത് ചെറിയ സ്പിൽസോ സ്പ്ലാഷ് റെയിനോ വാട്ടർ റിപ്പല്ലൻ്റ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിലുള്ള വെള്ളമെല്ലാം ഈ ഫോണിനെ ബാധിക്കത്തില്ല. ഇതൊരു 5G ഫോണാണ്. ഈ 5G ഫോണിൽ ഈ സെഗ്മെന്റിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റായ 5G ചിപ്സെറ്റ് ആണ് ഈ ഫോണിന് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 695 5G ചിപ്സെറ്റ് ആണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. ഹൈ സ്പീഡ് 5G ആണ് ഈ ഫോണിൽ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത്, ഈ ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 14 ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. അങ്ങനെ എന്തുകൊണ്ടും ചീപ്പായ ഒരു 5G ഫോൺ തന്നെയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. മോട്ടോ G34 5Gയുടെ 15,000 രൂപയ്ക്കും 10,000 രൂപയ്ക്കും ഇടയിൽ വില വരാൻ സാധ്യതയുള്ള ഏറ്റവും മികച്ച ഒരു 5G ഫോൺ തന്നെയാണ് മോട്ടോ G34 5G. ജനുവരി 9 ഇന്ത്യയിൽ ഫ്ലിപ്കാർട്ടിലൂടെ ലോഞ്ച് ചെയ്യും. ഫ്ലിപ്കാർട്ടിൻ്റെ ലോഞ്ചിങ്ങിനോടൊപ്പം തന്നെ മോട്ടറോളയുടെ ഇന്ത്യൻ വെബ്സൈറ്റ് വഴിയോ മെയിൻ റീറ്റെയിൽ ഔട്ട്ലെറ്റ് വഴിയും നമുക്ക് ഈ ഫോൺ മേടിക്കുവാൻ കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ മൊബൈലിൻ്റെ വിശേഷമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. 29 and I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this